അവിടെ സ്പേസ് കിട്ടുന്ന രീതിയിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്നൊന്ന് വെറുതെ ഒന്ന് നോക്കിയോ, ഒന്ന് ചുമ്മാ ഒന്ന് നോക്കിയോ എവിടെയെങ്കിലും. മോളെ മുന്നിലേക്ക് വെറുതെ ഒന്ന് നോക്കിയിട്ട് ഇവിടെ അവിടെ വെറുതെ സ്ഥലം കിടക്കുന്നതാണ്ടാ. ഇതിനേക്കാൾ ബെറ്റർ അതല്ലേ, അവിടെ കൊണ്ടുപോയി നിർത്തിയാൽ മതി, എന്നിട്ട് ഇവിടെ എടുത്താൽ മതി. ചെയ്. ഫസ്റ്റ് പ്രിയോറിറ്റി ഈ ഫ്രണ്ടിന്. ഫ്രണ്ട് എങ്ങോട്ടാണോ മാറ്റേണ്ട അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. മാക്സിമം തിരിച്ചു വേണമെങ്കിൽ ധൈര്യമായിട്ട് തിരിച്ചു, ഒന്നും മേടിക്കണ്ട. തിരിച്ചാ ഫുള്ള് ഒടിച്ചു വെച്ചു വച്ചാ. കാരണം എനിക്ക് ഫസ്റ്റ് ഇവിടുന്ന് മാറണം വണ്ടി. ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. ബാക്കിൽ അവസരം കിട്ടുമ്പോൾ മോളെ ഇറക്കി വെച്ച് കാറിന്റെ പ്രസൻസ് കാണിച്ചു കൊടുക്കും റോഡിലേക്ക്. അനങ്ങാൻ നിന്ന് കളയരുത്, ഒരടിയെങ്കിലും അനങ്ങണം അവസരം കിട്ടുമ്പോൾ. കണ്ട ഫ്രണ്ട് ഓക്കെ ആണോ നോക്ക്, ആണെങ്കിൽ നേരെ ആക്കി കൊടുത്താൽ മതി. ഇപ്പൊ അനക്ക് നേരെ ആക്കിയോ, ധൈര്യമായിട്ട് നേരെ ആക്കിയോ. പോസ്റ്റിനെ ഇനി നോക്കി പേടിക്കരുത്, വണ്ടിയുടെ ആംഗിൾ ഇങ്ങോട്ടാ. കണ്ടാ സ്റ്റഡി ആക്കി പോവാ. ഇനി വണ്ടി എവിടെ കൊണ്ടുപോവാ, കണ്ടാ ഇങ്ങനെ ഈ സൈഡ് തന്നെ കീപ്പ് ചെയ്തു പോവാ. പേടിക്കരുത്, വേഗത കുറച്ചാൽ മതി. ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ ലെവൽ ചെയ്ത് മുന്നോട്ടെടുത്താൽ ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഒന്ന് ലെവലാക്കി ഒന്ന് മുന്നോട്ടെടുത്ത്. ഇതിലിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ ഇച്ചിരി ബെൻഡ് ചെയ്ത് പിടിക്കും. ഓക്കെ, എന്താ ടെൻഷൻ ഉണ്ടാകും? അതെ, അതായത് ഈ പോയിന്റ് അതേ നിന്ന് മാറിയാൽ മതി. ശരിയാക്കണം. ഇത് എങ്ങോട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നോ അങ്ങോട്ടേ ഈ വണ്ടി ഇടിക്കുള്ളൂ. ഓക്കെ, മോളെ ക്ലച്ചൊന്ന് ചവിട്ടിയാ ജസ്റ്റ് ഒന്ന് ക്ലച്ചൊന്ന് വിട്ടേ, ഒരു പൊട്ടിക്ക്. ബാക്കോട്ടൊന്ന് ഇറക്കാന് ബ്രേക്കും വിട്ടുകൊടുക്കണം. ക്ലച്ച് വഴിക്ക് ബ്രേക്ക് ചെയ്യണം. ഇപ്പൊ മോള് നോക്കിയാ ഇത് എങ്ങോട്ട് പോയിന്റ് ചെയ്താ നിൽക്കുന്നത് ഈ വണ്ടി. ജസ്റ്റ് ഒരു മതിലിന്റെ സ്ട്രക്ചറിലേക്ക് ഒരു ചരിവിലാ നിൽക്കുന്നത്, ശരിയല്ലേ? ഡയറക്റ്റ് ഇതല്ലെങ്കിലും ഇങ്ങോട്ടൊരു ചരിവിലാ നിൽക്കുന്നത്, ശരിയല്ലേ? അതിനടുത്ത് ഈ കാർ ഫ്രണ്ടോട്ട് വിട്ടുകൊടുത്താൽ ഈ സൈഡ് ചേർത്ത് ഒരെണ്ണം കൊടുക്കും. ഓക്കെ, ഇതിന്റെ പോയിന്റിങ് ഇതേന്നൊന്ന് മാറിയാ, മതിലേന്നൊന്ന് മാറിയാ വണ്ടി ഓക്കെ ആയി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ആദിത്യയോട് പറഞ്ഞ റൈറ്റ് ഒന്ന് തിരിച്ചോ എന്നിട്ടൊന്ന് അനക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ മോൾ ഇവിടെ പോയിന്റ് ചെയ്യാവുള്ളൂ. ഇതൊന്ന് മാറിയെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നു, അപ്പൊ വണ്ടി സേഫായി. അനക്കി നോക്ക്. ഓൾറെഡി നമ്മൾ തിരിച്ചു, ശരിയല്ലേ? ചെറിയ ഒരു സ്ലൈറ്റ് ആയിട്ടേ ഇങ്ങോട്ട് നിൽപ്പുള്ളൂ, അതുകൊണ്ട് ഒരുപാട് തിരിക്കേണ്ട ആവശ്യവും വരില്ല. കണ്ട, കൂടുതൽ തിരിച്ചാ പെട്ടെന്ന് മാറി തരും, കുറച്ച് തിരിച്ചാ ഒരടി നീങ്ങിയിട്ട് മാറി തരും. എന്ത് വേണമെന്ന് ആദ്യത്തേക്ക് തീരുമാനിക്കുക. ആദ്യത്തേക്ക് പെട്ടെന്ന് മാറ്റണമെന്ന് തോന്നിയാൽ മാക്സിമം തിരിച്ചിട്ടൊന്ന് അനക്കിയാൽ മതി കാറിന്. ആ പോസ്റ്റിന്റെ അവിടെ ഞാൻ മോളെ കൊണ്ട് നിർബന്ധിച്ച് ഫുള്ളൊടിപ്പിച്ചില്ലേ, അവിടെ വേണ്ടായിരുന്നെന്ന് മോക്ക് അറിയായിരുന്നു, ശരിയല്ലേ? ഒന്ന് തിരിഞ്ഞാൽ മതി എന്ന് അറിയായിരുന്നു. ഞാൻ തിരിപ്പിച്ച എന്തിനാന്ന് വെച്ചാൽ എനിക്കത് പെട്ടെന്ന് മാറ്റണമെന്ന് തോന്നി. അതുപോലെ ഇവിടെ ആദ്യത്തേക്ക് തീരുമാനിക്കാം, എളുപ്പം ഈ മതിലിന്റെ സ്ട്രക്ചറിൽ നിന്ന് മാറണോ, മാക്സിമം തിരിച്ചോ, എന്നിട്ടൊന്ന് അനങ്ങിയാൽ മതി വണ്ടി. ഓക്കെ, ഇനി പതുക്കെ മാറിയാൽ മതിയോ, കുറച്ച് തിരിച്ചാൽ മതി, പക്ഷെ ഇച്ചിരി ഓടിയാലേ മാറത്തുള്ളൂ. തിരിക്കുന്നതൊരു മാറ്റർ അല്ല, പൊസിഷനാണ് മാറ്റർ. എളുപ്പം മാറ്റണമെന്ന് തോന്നിയാൽ മാക്സിമം തിരിച്ചേക്കണം. അനങ്ങുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. തിരിച്ചിട്ട് അനങ്ങി നോക്കിയാൽ മതി. അതെ, അപ്പൊ സ്ഥലം ഇച്ചിരി കളയുമെന്നേ ഉള്ളൂ, മനസ്സിലായോ? ഇപ്പൊ നേരെയാക്കേണ്ട വണ്ടി ഫുൾ ഒടിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോ തന്നെ മാറിയത്. അല്ലെങ്കിൽ ഈ വണ്ടി മതിലിന്റെ അടുക്ക ചെന്നിട്ടേ മാറത്തുള്ളായിരുന്നു. സ്റ്റഡി ആയോ അതോ ഇനിയും മാറണം? എന്ത് തോന്നുന്നു? അങ്ങനെ പോയിന്റിൽ അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി. ഒരു ചരിവുണ്ടെങ്കിൽ ഒന്നുകൂടെ നിവൃത്തിയാക്കണം, ചരിവില്ലെങ്കിൽ നേരെയാക്കിയേക്കണം. ഓക്കെ ആണോ? ധൈര്യമായിട്ട് നേരെ ആയിക്കോ, ടയർ നേരെയാക്കാം, പേടി മാറട്ടെ. മതി, ഇനി ഒന്ന് മുന്നോട്ട് വിട്ടു നോക്കി. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പതുക്കെ ഒന്ന് മുന്നോട്ട് വിട്ടു നോക്കിയാൽ വണ്ടിക്ക് ഇപ്പോൾ ഒരു ചരിവുണ്ടോ ഇല്ലേ? ഉറപ്പല്ലേ? എങ്ങോട്ടും ചരിവില്ല, പക്ക സ്ട്രൈറ്റ് ആണ്. ചുമ്മാ ഈ ഏരിയ വെറുതെ പക്ക സ്ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അത് ചെറിയൊരു ചരിവിലാണ് നിൽക്കുന്നത്. ഈ മതിലല്ല ശ്രദ്ധിക്കണ്ടേ, ഇച്ചിരി ലെങ്തി ആയിട്ട് നോക്കുമ്പോൾ ഇത് സൈഡിലേക്ക് ഒരു ചരിവിലാണോ നിൽക്കുന്നത് അത് സ്ട്രൈറ്റ് ആണോ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഉറപ്പാണോ? ടെൻഷൻ ഒന്നും ആവണ്ട, ജസ്റ്റ് ഫുള്ളും തിരിച്ച് റൈറ്റിലേക്ക്, ഫുള്ളും തിരിച്ച് ഫുള്ള് തിരിച്ചാ
ഒരടി കൂടെ ഈ കാർ ഒന്ന് അനക്കിക്ക. ഈ ഏരിയ ഒന്നുകൂടെ ഒന്ന് അനക്കിക്ക, ഒന്ന് പതുക്കെ ഒന്ന്. ബ്രേക്ക്. ഇതായിരുന്നു സ്ട്രൈറ്റ്, അതായിരുന്നു സ്ട്രൈറ്റ്? എങ്ങനെ പറയും? ഞാൻ പറഞ്ഞ എടുത്ത് പറഞ്ഞാണ്. ഇതാണ് ആ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പക്ക അതിലേക്കാവരുത്, ഒരു സ്ലൈറ്റ് ചരിവ് ഉണ്ടാവരുത്. പ്രോപ്പറായിട്ട് അതേന്ന് മാറി നിന്നോണം കാറ്. ഓക്കെ, ഇനിയാണെങ്കിൽ വണ്ടി ചരിയാൻ തുടങ്ങും, റോഡേലേക്ക് ചരിയാൻ തുടങ്ങും. അതിലൊരു പെർഫെക്റ്റ് തീരുമാനം എടുക്കാൻ ഈ മിററിൽ കൂടെ നോക്കിയാൽ മതി. ഒരു സെക്കൻഡ് കാണാവാ? നമ്മുടെ കാറിന്റെ സ്ട്രക്ചർ കാണാമല്ലോ ഇത്ര ഏരിയക്കകത്ത്. ബാക്കി ഔട്ട് സൈഡിലെ കാഴ്ചയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? കാറിന്റെ ഈ സ്ട്രക്ചർ നമ്മളിങ്ങനെ കൈ ചൂണ്ടിയിരിക്കുന്ന പോലെ എങ്ങോട്ടാ പോയിന്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് നോക്കിയേ. റോഡിലേക്കാണോ? റോഡിലേക്കല്ല, അപ്പൊ റോഡിന്റെ സൈഡിന് നേർക്കാ നിൽക്കുന്നത്, ശരിയല്ലേ? മോള് ഒരടി കൂടെ ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കി, ഇങ്ങനെ തന്നെ ധൈര്യമായിട്ട് എടുത്തോ. ഞാൻ നോക്കിക്കോളാം. ബാക്കിൽ ആരെങ്കിലും വന്ന ഒരടി കൂടെ മുന്നോട്ട് നീക്കിയ നിർത്തിക്ക്. ഇപ്പൊ ഒന്ന് നോക്കി അതെന്തേലേക്കാന്ന്. ബാക്കിലെ സൈഡിലേക്ക് പോയിന്റ് ചെയ്ത് പോയി, അതായത് വണ്ടി ചരിഞ്ഞു. ഓക്കെ, അങ്ങനെ തന്നെ പിടിച്ചു. ക്ലച്ച് ചോട്ടിക്കണം, ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് എടുത്ത് ക്ലച്ച് റിലീസ് ചെയ്താൽ മതി. ഞാൻ റിവേഴ്സ് ഇട്ട് ബ്രേക്ക് അഴിച്ചു വിടും. ധൈര്യമായിട്ട് അഴിച്ചു. ബ്രേക്ക് വിട്ടു. ഇച്ചിരൂടെ ബ്രേക്ക്. ഇപ്പം മോളെ നോക്കി എന്തേലേക്കാ നിൽക്കുന്നത്? ബാക്കിലെ റോഡിലേക്ക് പോയിന്റ് ചെയ്താ വണ്ടി നിൽക്കുന്നത്. നമ്മളിങ്ങനെ ചൂണ്ടത്തില്ലടാ, ഇങ്ങനെ കൈ ചൂണ്ടിയാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ എന്തിലേക്കാ ചൂണ്ടി കാണിക്കുന്നതെന്ന്. അതുപോലെ ഇതിന്റെ എൻഡ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് നോക്കിയാൽ മതി. എന്തേലേക്കാ നിൽക്കുന്നത്? ആ റോഡേലേക്കാ നിൽക്കുന്നത് പക്ക. അതായത് കാർ ചരിഞ്ഞാ കിടക്കുന്നത്. ഫ്രണ്ട് നോക്കിയിട്ട് മോക്ക് മനസ്സിലാകുന്നില്ലെന്ന് തോന്നിയാ ഈ മിററിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കണം. കാറിന്റെ ഈ സൈഡ് എന്തിലേക്കാണ് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് നോക്കണം. അപ്പൊ വണ്ടി തെറ്റായിട്ടാ കിടക്കുന്നത്. ഇതേണ്ട ലെഫ്റ്റിലേക്ക് ചരിഞ്ഞാ വണ്ടി കിടക്കുന്നത്. അങ്ങനെയാണ് കാറിനെ ഒന്നുകൂടെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. കിട്ടിയ ക്ലച്ച് തൊട്ടി ഫസ്റ്റ് ഇടുക. ഇപ്പൊ കാർ ചരിഞ്ഞല്ലേ കിടക്കുന്നത്? ഇപ്പൊ കാർ ചരിഞ്ഞല്ലേ കിടക്കുന്നത്? അതൊന്ന് നേരെയാക്കിക്കേ കാറിന്. അപ്പൊ നമ്മൾ റൈറ്റ് തിരിച്ചിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് അനങ്ങുമ്പോ കാർ നേരെയാകുമെന്ന് നോക്കും. ആയോ? എന്തോന്നു മോള് ഉറപ്പിച്ചു പറഞ്ഞു. സൈഡിലേക്ക് ചരിഞ്ഞു പോകരുത്. ബാക്ക് സൈഡിലേക്ക് ചരിഞ്ഞു പോകരുത്. റോഡിലേക്കും ചരിയരുത്. സ്ട്രെയിറ്റ് ഇങ്ങനെ ആയിരിക്കണം. റോഡിന്റെ സൈഡും മോക്ക് കാണാം, കാറിന്റെ ബോഡിയും കാണാം. രണ്ടും ഇങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതെ, ആണോ അല്ലേ? എങ്ങോട്ടാ കിടക്കുന്നത്? മതിലിന്റെ സൈഡിലേക്ക്. ശരിയല്ലേ? ആണോ? ഞാൻ പറയുന്നത് കേട്ടിട്ട് പറയുന്നതാണോ ചുമ്മാ പറയുന്നത്? ഇല്ല, ഇപ്പം അത് മതിലിന് പാരലായിട്ടാണ് ഈ കാറ് കിടക്കുന്നത്. പക്ഷെ പോയിന്റ് ചെയ്യുന്നത് റോഡിലോട്ടല്ല. അതിനെയാ നേരെയെന്ന് പറയുന്നത്. അതിനല്ലേ നേരെയെന്ന് പറയുന്നത്. മതിലിലേക്കായിരുന്നെങ്കിൽ ചരിഞ്ഞു, റോഡിലേക്കായിരുന്നെങ്കിലും ചരിഞ്ഞു. ഇപ്പൊ മതിലിലേക്കും അല്ല റോഡിലേക്കും അല്ല. ശരിയല്ലേ? മതിലായിട്ടൊരു വര പോലെ കാണാം. കാറിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ കാണാം. പോസ്റ്റിനേക്ക് എന്തായി പോയെന്ന് വെച്ചാ, പോസ്റ്റ് നിൽക്കുന്ന നോക്ക്, റോഡിന് നടുക്കാ നിൽക്കുന്നത്. പോസ്റ്റിന്റെ ഇടയ്ക്കാ നമ്മൾ കൊണ്ടുവന്ന് കാർ ഇട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ, കാറിനും നമ്മൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന സൈഡിനും ഇടയ്ക്കൊരു വിടവുണ്ടാവണം. ഓക്കെ, ആ വിടവ് വൈഡായിട്ട് കാണരുത്, നിയർ ആയിട്ടും കാണരുത്. ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്. മതിലിന്റെ സൈഡിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. മതിലിനും കാറിനും ഇടയ്ക്ക് ഒരു വിടവുണ്ട്, ഒരു നാരോ സ്പേസ് ഉണ്ട്. ശരിയല്ലേ? മതിലിലേക്കും അല്ല കാറ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്, റോഡിലേക്കും അല്ല നിൽക്കുന്നത്. ഇതിനെയാണ് നേരെയെന്ന് പറയുന്നത്. ഓക്കെ, ടയറോ നേരെയാക്കാം. ഓക്കെ, ഇനി നമുക്ക് യു ടേൺ എടുക്കണം. ഇതാണോ ബെറ്റർ, അതോ ഇച്ചിരിയുടെ മുന്നിൽ കാണുന്ന സ്ഥലമാണോ ബെറ്റർ? ഉറപ്പല്ലേ? അപ്പൊ ഇച്ചിരിയുടെ മുന്നിലേക്ക് കാർ വിട്ടു കൊടുക്ക്. ഒരിക്കൽ സ്ട്രൈറ്റ് ചെയ്ത വണ്ടിയാണ്. ഇനി മാറ്റേണ്ട ആവശ്യം വരുമോ? ധൈര്യമായിട്ട് പോയിക്കോ, ഇടിക്കുമല്ലോ വണ്ടി. കണ്ടോ? ഇച്ചിരിയുടെ അവിടെ നിൽക്കട്ടെ.
ഓക്കെ. എപ്പോഴെങ്കിലും കാറിനെ ഇതുപോലൊരു സ്ഥലം യൂട്ടിലൈസ് ചെയ്ത് എടുക്കണമെന്ന് തോന്നിയ, അതായത് ഓപ്പോസിറ്റ് ഒരു സ്ഥലം കണ്ടിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യണമെന്ന് തോന്നിയ, ഓക്കെ, ആ കാണുന്ന സ്ഥലം ആദിത്യയുടെ ഈ ഒരു സ്പേസ് കണ്ട, ഈ സ്റ്റിയറിങ്ങിനും നമ്മുടെ ഈ ചെസ്റ്റിനും വരുന്ന ഇടയിൽ വരുന്നൊരു സ്പേസ് കണ്ട, ഇതിന്റെ ഇടയ്ക്കായിരിക്കണം ആ സ്ഥലം. പക്ഷെ കാറിന്റെ ഫ്രണ്ട് ഷാർപ്പായിട്ട് അപ്പുറത്ത് കാണുന്ന ഒരു സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യിക്കണമെന്ന് തോന്നിയ, അല്ലെങ്കിൽ ആ സ്ഥലം യൂട്ടിലൈസ് ചെയ്യണമെന്ന് തോന്നിയ, ഇങ്ങനെ ഒരു വിടവിലായിരിക്കണം ആ ഉപയോഗിക്കേണ്ട സ്ഥലം. എനിക്കിപ്പോ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ കല്ല് കിടക്കുന്നുണ്ട് ഇന്റർലോക്ക്, ആ ഇന്റർലോക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ കാറിന്റെ ഫ്രണ്ട് അവിടെ വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി തന്നത്. ആ സാധനം കറക്റ്റ് ഈ വിടവിനകത്താ വന്നിരിക്കുന്നത്. ഫുള്ളൊന്ന് റൈറ്റ് തിരിച്ച മോള്, തിരിച്ചാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. ഇനി ഈ കാറിന്റെ ഫ്രണ്ട് കൃത്യം അങ്ങോട്ടേക്കായിരിക്കും വരാൻ പോകുന്നത്. ഇന്റർലോക്ക് ഇരിക്കുന്ന എവിടെയാണോ ആ ഇന്റർലോക്കിന്റെ മുന്നിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാ, ഈ കാറിന്റെ ഈ ഭാഗം കൃത്യം അവിടെ കിട്ടും. ഓക്കെ, ബാക്കിൽ അവസരം കിട്ടുമ്പോൾ ഓരോ അടി വെച്ച് പുറത്തോട്ട് ഇറക്കി കൊടുക്കണം മക്കളെ. നോക്ക്, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയല്ലേ കാറ് വന്നേ, കണ്ട. നേരെ ആക്കിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഓടിച്ചു പോവാം. പോട്ടെ, ഇവിടെ മാത്രം നോക്കി ഇത് കറങ്ങി വരുവോ, ഇവിടെ ഒരു വിടവ് വരും കണ്ട, അപ്പൊ സ്റ്റഡിയാക്കാൻ തുടങ്ങും. ധൈര്യമായിട്ട് ചെയ്തു. വേറെ ആരെ പറ്റി മോള് ചിന്തിക്കേണ്ട. നിന്നെ കണ്ടിട്ടാണ് ഇനി ബാക്കിൽ നിന്ന് ആള് വരുന്നത്. നീ ക്രോസ് ചെയ്യുന്നതും നീ നിവരുന്നതും എല്ലാം ബാക്കിൽ നിന്ന് ആളുകൾ കാണുന്നുണ്ട്. അവരെ മോള് തിരിഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. വൺസ് നമ്മൾ നോക്കി ക്ലിയർ ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി, നമ്മളെ കണ്ടുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ട് തിരിയുന്നെന്ന് വരെ അവർക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് എടുത്ത് അവർ പോയിക്കോളും. ഓക്കെ, വലിയ റോഡിൽ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നോക്ക്, കാർ എവിടെ കിട്ടുന്നു അവിടെ നേരെയാക്കി മുന്നോട്ട് പോയിക്കോണം. സൈഡിൽ കൊണ്ടുവരാൻ നോക്കരുത്. കാറിനെ കൊണ്ടുവരാൻ നോക്കി ഇടി കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, പുറകെ വരുന്നവൻ മോള് തിരിയുന്ന കണ്ടോണ്ടാ വരുന്നത്. അവൻ മോളുടെ ലെഫ്റ്റിൽ കൂടെ പോകാൻ നോക്കും. മോള് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ തട്ട് കിട്ടും. ഇതിപ്പോ കണ്ട, ഇയാളെ കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ബാക്കപ്പ് ചെയ്ത് അയാൾക്ക് വേണ്ടി. അയാൾ മാറുമ്പോൾ മോൾ ആ സൈഡ് എടുത്ത് പോവുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കിയേ. ജസ്റ്റ് ക്ലച്ച് ഹാഫ് ആക്കുക. ഓക്കെ, ഹാഫ് കിട്ടിയെന്ന് തോന്നി ഒരു മണലിന്റെ കനത്തിനെ ലൂസാക്കാവുള്ളൂ, അതിൽ കൂടുതൽ വിടരുത്. കിട്ടിയാ? ഇനി അനങ്ങരുത്. കാറ് സ്വയം ഓടിക്കോളും. 20+ സ്പീഡ് വണ്ടി സ്വയം എടുത്തോളൂ. ഈ വിറവലൊക്കെ മാറിക്കോളും, പേടിക്കണ്ട. ക്ലച്ച് അനങ്ങി ഓഫായി പോകും. ഇതേ നോക്ക്, എങ്ങനെ ഓടിക്കേറി. ക്ലച്ച് ഔട്ട്, ബ്രേക്കില്ലോ ഇവിടെ. അപ്പൊ കാർ ഓഫായി പോകാൻ കാര്യം എന്തായിരിക്കും? അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ഗിയറിൽ ഇടണം, അല്ല ഇന്ന വേഗത്തിൽ, അത് ഓക്കെ, അത് നല്ലതാണ്. ഏത് ഗിയറിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നിന്റെ ക്ലച്ച് നീ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്യണം. വൺസ് ഹാഫ് ക്ലച്ച് കിട്ടിയാ അതിനെ വിടരുത്. ക്ലച്ച് റിലീസ് ചെയ്യുന്ന എപ്പോഴും ഒന്നെങ്കിൽ ആക്സിലേറ്ററെ തൊടുമ്പോഴായിരിക്കണം, അല്ലെങ്കിൽ വണ്ടിക്ക് വേഗത വന്നിട്ടായിരിക്കണം. ഓക്കെ, വേഗത ഇല്ലാത്തപ്പോൾ എപ്പോഴെങ്കിലും ഗിയർ മാറ്റുക, ക്ലച്ച് ചവിട്ടുകയോ ചെയ്തു പോയാൽ പിന്നെ അതേന്ന് വിടുന്നത് ഒന്നെങ്കിൽ വണ്ടി സ്വയം സ്പീഡ് എടുക്കുന്നവരെ ക്ലച്ച് കാലിലുണ്ടാവണം, അല്ലെങ്കിൽ മോൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് വേണം ക്ലച്ച് റിലീസ് ചെയ്യാൻ. അല്ലാതെ എന്ത് ചെയ്താലും കാർ ഓഫായി പോകും. കിട്ടിയ ആ കാല് പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ് വണ്ടി നിന്ന് പോയത്. കാരണം സ്പീഡ് കുറവായിരുന്നു. മോൾ അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ കാർ ഓഫ് ആകത്തില്ലായിരുന്നു. ഇങ്ങോട്ട് കയറ്റിയിടും. ഫസ്റ്റ് ഇട്ടിട്ട് കയറ്റിയിടും. ഫസ്റ്റ് ഇട്ട് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇട്ടിട്ട് കയറ്റിയിടും. ഫസ്റ്റ് ഇട്ട് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നീങ്ങും. ഫ്രണ്ട് നോക്കി ചരിച്ചു കൊടുക്കും. ഫ്രണ്ട് എങ്ങോട്ടാണോ നമുക്ക് വരുത്തിക്കേണ്ടത് അങ്ങോട്ട് ചരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. കണ്ട, തട്ടുമെന്ന് നോക്ക് തോന്നിയാലേ മാക്സിമം തിരിക്കാവുള്ളൂ, അല്ലെ തിരിക്കരുത്. തിരിവ് മാത്രം എടുത്തു വെച്ചത് മാത്രം കയ്യിൽ വെച്ചേക്കണം. പിന്നെ നോക്കാനെങ്കിൽ നോക്കും. ആ സൗണ്ട് അതുപോലെ നിർത്തി ചെവിയിൽ. ആക്സിലറേറ്റർ അങ്ങനെ നിർത്തിക്കും. ഓക്കെ, ഇനി ക്ലച്ചിൽ ഒരു പൊടിക്ക് വിട്ടു കൊടുത്ത് ഒരു പൊടിക്കൂടെ, ഒരു പൊടിക്കൂടെ, ഒരു പൊടിക്കൂടെ, ഒരു പൊടിക്കൂടെ. കണ്ട, ഒരു പൊടിക്കൂടെ കയറട്ടെ. ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചുമ്മാ സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ഹാഫ് ക്ലച്ച് ആക്ക്. ബ്രേക്ക് വിടരുത്. വണ്ടി ഹാഫ് ക്ലച്ച് ആയി എന്ന് തോന്നാതെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്.
ഹാഫായ ബ്രേക്ക് അടിക്ക്. കണ്ട അപ്പൊ തന്നെ നീങ്ങും ബ്രേക്ക്. ഇതുപോലെ കുഞ്ഞ് നിനക്ക് ഒരു കുഴപ്പമില്ല. വീണ്ടും ഞാൻ പറയുക, ന്യൂട്രലാക്ക്. ആരോടും ചെന്ന് പറയരുത് ഇത് വണ്ടി എന്നും ഉപയോഗിച്ചോണം. അതിനൊക്കെ ഒരു കുഴപ്പമില്ല. എല്ലാം ഞാൻ പറയുവാ ഈ വണ്ടി തിരിച്ചിട്ട് അത് എടുത്തോണ്ട് പോവാന്ന്. അല്ല വണ്ടി ചരിഞ്ഞാ കിടക്കുന്നത്, അത് വിട്ടേക്ക്. അത് നമുക്ക് എപ്പോ വേണേലും കറക്റ്റ് ചെയ്യാവുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ഒരു പ്രത്യേകത വേണ്ടല്ലോ ഇതിന്. കാർ നമുക്ക് എപ്പം വേണേലും. മോൾ ഇച്ചിരി ആവേശം കാണിച്ചുകൊണ്ടാ കാർ ഇങ്ങനെ നേരെ കിടക്കുന്നത്. അതായത് നിവർത്തി കളഞ്ഞ നീ വണ്ടി നീങ്ങിയപ്പോ. അത് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നേരെ ആയേനെ. ഒരു ഫുൾ ഒടിച്ചിട്ട് ഒന്നുകൂടെ അനക്കി കൊടുക്കുന്ന. ഫുൾ ഇങ്ങോട്ട് ഒടിക്കും. ഫുൾ ഒടിക്കും. ഫുൾ ഒടിച്ചിട്ട് ഒന്നുകൂടെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ അനക്കി കൊടുക്കും. കൊന്നാലും ബ്രേക്കിൽ കാലെടുക്കരുത്. അത് മണ്ടത്തരമാണ്. ഹാഫ് ക്ലച്ച് ആക്കുക, എന്നിട്ട് ബ്രേക്ക് അഴിച്ചു കൊടുത്താൽ മതി. ബ്രേക്ക് മാത്രം അഴിച്ചു കൊടുത്തേര്. കണ്ട ബ്രേക്ക്. എന്നിട്ട് ടയർ നേരെയാക്കിയിട്. ഇപ്പൊ നേരെയായില്ലേ? അത് ചരിഞ്ഞാണ്. എന്ത് തോന്നുന്നു? അപ്പൊ വണ്ടി നേരെയാണ്. അപ്പൊ ടയർ നേരെയാക്കിട്ടോളൂ. മോക്കൊരു ചരിവ് തോന്നുന്നത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്രണ്ടിലെ ഏരിയ ഇങ്ങനെയാ നിക്കുന്നത്, ഈ പറമ്പ് ശരിയല്ലേ? ഇങ്ങനൊരു ചരിവിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് അല്ലേ? കാറ് മുന്നോട്ട് നോക്കുമ്പോ ഒരു ഇച്ചിരി ലെഫ്റ്റിലേക്ക് കിടക്കുന്ന പോലെയാ നമുക്ക് തോന്നുന്നത്. സത്യമല്ലേ ഞാൻ പറഞ്ഞ? സത്യമല്ലേ? ഞാൻ ഇവിടെ വെച്ചിട്ട് എടുക്കാറുള്ള ഈ ഒരു സൈഡില് ഈ ഒരു വേലിയും ഇതുമായിട്ടും നേരെയാണെന്നാ ചരിവാണെന്നാ? എനിക്ക് ചരിവ് സ്പേസ് പറഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ചരിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുന്നല്ലേ ഞാൻ പറഞ്ഞ. അങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ചാ ഈ ഏരിയ ഇങ്ങനെ ആയിരിക്കുന്നത്. ആ ഏരിയ അല്ല പക്ക സ്ട്രൈറ്റ് അല്ല, ഇങ്ങനെ മലന്നായിരിക്കുന്ന ആ ഏരിയ. അപ്പൊ മോള് കാറ് കൊണ്ട് നിർത്തിയാ മോക്കത് ചരിഞ്ഞു കിടക്കുന്ന പോലെ തോന്നും. അതായത് ഈ സൈഡ് ക്ലോസ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് കണ്ട ഇങ്ങനെ കിടന്നാലേ മോക്ക് നേരെയായിട്ട് തോന്നുള്ളൂ. ഇതിപ്പോ നേരെയാ, കാറ് നേരെയാ, പക്ഷെ പ്രോപ്പർട്ടി ഇങ്ങനെയാ കിടക്കുന്നത്. ന്യൂട്രലാക്ക്. എന്നിട്ട് ആ കാറിന്റെ താക്കോൽ എടുക്കുക, എന്നിട്ട് അത് ഇറക്ക്. ഹാൻഡ് ബ്രേക്ക് ആ സൈഡിലേക്ക്. അപ്പൊ ആ സൈഡിൽ എന്താ ഉള്ളതെന്ന് മോളൊന്ന് നോക്കിയേ. എന്തെങ്കിലും ഉണ്ടോ? എത്തിയൊന്നും നോക്കണ്ട, നോർമലായിട്ട് ഇരുന്ന് നോക്ക്. എന്തെങ്കിലും കാണാവോ? അല്ലാതെ സൈഡിലായിട്ടൊന്നും കാണുന്നില്ലല്ലോ. ബോഡിയോട് ചേർന്ന് ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷെ അതൊരു വിട്ടിലാ കാണുന്നത്. ശരിയല്ലേ? അപ്പൊ അവിടെ റിസ്ക് ഇല്ല നമുക്ക്. ഈ മിററിലൊന്നും വെറുതെ നോക്കി. എന്തുണ്ട്? ഉറപ്പല്ലേ? ഇത് വലിയ ഗ്യാപ്പിലാണോ കാണുന്നത്? അതിനടുത്ത് എവിടെയാ റിസ്ക് വരുന്നത്? എവിടെയാണോ വീതി കുറവുള്ളത് അവിടെയാണ് റിസ്ക് വരുന്നത്. അവിടെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ. മറ്റവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതി. കോൺസെൻട്രേഷൻ ഫുൾ ഇവിടെ ആയിരിക്കണം, ഫോക്കസ് ഇവിടെ ആയിരിക്കണം. തട്ട് കിട്ടാൻ ചാൻസ് ഇവിടെ ആയിരിക്കും വണ്ടിക്ക്. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇടുക. ഈ ഗ്യാപ്പ് ഉള്ളത്രയും കാലം തട്ടൂല. ജസ്റ്റ് പുറത്തേക്ക് വരിക. വണ്ടി തിരിക്കേണ്ടി വരരുത്. തിരിച്ചാൽ തട്ട് കിട്ടും. പോകുന്ന സ്ഥലത്തേക്ക് തിരിക്കാൻ ശ്രമിച്ചാൽ കാറിന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരും, തൂണായിട്ട് ഇരിക്കും. ഓക്കെ, ഒരു കാര്യം നോക്കാം. എപ്പോഴെങ്കിലും റിവേഴ്സ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക. ബാക്കിനെ നിയന്ത്രിക്കാൻ എന്ത് വേണമെന്ന് അറിയാമല്ലോ. ബാക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങോട്ട് തിരിക്കണം? റൈറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ? അല്ലേ? പക്ഷെ ഫ്രണ്ടിനെ നിയന്ത്രിക്കേണ്ടി വന്നാൽ നേരെ ഓപ്പോസിറ്റ്. എങ്ങോട്ട് ഇടിക്കുവോ അങ്ങോട്ട് തന്നെ തിരിക്കേണ്ടി വരും. മോള് ബാക്ക് ഇറക്കുമ്പോൾ ഈ തൂണായിട്ട് ഇടിക്കുമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചേക്കണം. ബാക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇപ്പം ഞാനിവിടെ നിൽക്കാം. റിവേഴ്സ് ഗിയർ ഇട്ടാ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പുറകോട്ട് ഇറക്കി നോക്കിയാൽ ഇറക്കി എന്നെ ഇടിക്കുന്ന കാര്യം ഉറപ്പല്ലേ? ഒന്ന് ഇറക്കി നോക്കി ജസ്റ്റ് ഒന്ന്. വേണ്ട, എനിക്കിട്ട് ഇടിക്കും. ഈ മിറർ വന്നു എനിക്കിട്ട് ഇടിക്കുമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചേക്കണം. ഫുള്ള് തിരിച്ച് ധൈര്യമായിട്ട് തിരിക്കും. ഫുള്ള് തിരിച്ചാ അനങ്ങുമ്പോൾ നോക്കി. ഇത് എൻ്റെ അടുക്കൊന്ന് മാറി തരും. കണ്ടാ അകലുന്ന കണ്ടാ ബ്രേക്ക്. റിവേഴ്സ് ഗിയറിൽ കിടക്കുമ്പോൾ ഫ്രണ്ടിനെ നിയന്ത്രിക്കണമെന്ന് തോന്നിയാൽ, ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ട് അതിനെ ഒഴിവാക്കണമെന്ന് തോന്നിയാൽ തടസ്സം എവിടെയാണോ അങ്ങോട്ട് തന്നെ തിരിച്ചേക്കണം. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. വണ്ടി ലെഫ്റ്റിൽ കൊണ്ടുപോകണമെങ്കിൽ റൈറ്റിലേക്കാണ് തിരിക്കുന്നത്. മിറർ ലെഫ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി റൈറ്റാണ് മോള് തിരിച്ചത്. ഓപ്പോസിറ്റ്
ബാക്കിനെ നിയന്ത്രിക്കാൻ സെയിം സൈഡിലേക്ക് എങ്ങോട്ട് പോകണോ അങ്ങോട്ട് തിരിക്കണം. ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിക്കണം. ഓക്കെ, ഫ്രണ്ട് റിവേഴ്സ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. റിവേഴ്സ് ഗിയറിൽ ബാക്കിനെയാണ് നിയന്ത്രിക്കേണ്ടതെങ്കിൽ സെയിം സൈഡാണ് തിരിക്കേണ്ടത്. എങ്ങോട്ട് പോകണോ അങ്ങോട്ട് തിരിക്കണം. ഓക്കെ, റിവേഴ്സ് ഗിയറിൽ ഫ്രണ്ടിനെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റിലേക്ക് തിരിക്കേണ്ടി വരും. റൈറ്റ് പോകണമെങ്കിൽ ലെഫ്റ്റ് തിരിക്കണം, ലെഫ്റ്റ് പോകണമെങ്കിൽ റൈറ്റ് തിരിക്കണം. ഓക്കെ, ഇനി നേരെ ആക്കി മതി. തൂണയിൽ ഇടിക്കില്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ശ്രദ്ധ എവിടെയായിരിക്കണം, അഥവാ തട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ തട്ടുള്ളൂ. അവിടെ ഒരു വിടവുള്ളതുകൊണ്ട് അവിടെ പേടിക്കുകയും വേണ്ട, ധൈര്യമായിട്ട് പുറത്തേക്ക് പോ. വരട്ടെ. ഈ തൂണിന് മോക്ക് എപ്പം മുന്നിൽ കാണാൻ പറ്റുമോ? ഇപ്പൊ ഇതുണ്ട് ഇങ്ങനെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പം കാണാൻ പറ്റുന്നോ അപ്പം മാത്രമേ ഈ കാറിൽ തിരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടാണെങ്കിൽ എപ്പോൾ വേണേലും തിരിക്കാം. അങ്ങോട്ട് തിരിക്കേണ്ടി വന്നാൽ ഈ തൂണിന് ഞാൻ എന്നെ കാണുന്ന പോലെ കാണണം. എന്നെ ഇപ്പോഴും മുഴുവൻ കാണാൻ മേല, എന്റെ ഇത്ര ഏരിയ നിങ്ങൾക്ക് കാണാവുള്ളൂ. ശരിയല്ലേ? അല്ലേ? ഇപ്പോഴാണെങ്കിൽ എന്റെ മുഴുവൻ കാണാം. ഇങ്ങനെ സൈസാന്ന് വെച്ചോട് പറഞ്ഞു, ഇത് മൊത്തം കാണാമല്ലോ. ഇങ്ങനെ വന്നാൽ മാത്രമേ തിരിക്കാവുള്ളൂ. ഓക്കെ, പതുക്കെ വാ. ഹലോ, ഞാൻ വൈകിട്ട് വന്നിട്ട് ചേച്ചിയുടെ പിടിച്ച വയ്ക്കാം. ശരി, പതുക്കെ വാ. ഈ ഫോണിനെ ശ്രദ്ധിച്ചോളാം. ഇനി ഒന്നും ഇരിക്കാനില്ല. ശരിയല്ലേ? ബാക്കില് റോഡിലെ വണ്ടികൾ മാത്രം പേടിച്ചാൽ മതി. അതിന് ക്യാമറയുണ്ട്. ഓക്കെ, ക്യാമറ നോക്കി പതുക്കെ പുറത്തേക്ക് പോവാ. എന്നിട്ട് ഈ തൂണിനെ കാണാൻ പറ്റത്ത മുന്നിൽ. എന്തായി? കാണുന്നുണ്ടാ? കാണാലോ, നല്ലപോലെ കാണാലോ. വേണ എന്നെ കാണാമല്ലേ തൂണിന്റെ പുറകെ നിൽക്കുന്നത്? പിന്നെ അങ്ങനെ അപ്പൊ മൊത്തം കണ്ടില്ലേ തൂണ്? മൊത്തം സൈസ്, ഈ സൈസ് ഫുള്ള് കാണാൻ പറ്റണം. കാണാമല്ലോ, പിന്നെന്തോ മേടിക്കാം. എങ്ങോട്ടാണോ അങ്ങോട്ട് ധൈര്യമായിട്ട് തിരിച്ചു ഫുള്ള് തിരിച്ചാ. ഇത് റിസ്ക് എവിടെയായിരിക്കും? പറഞ്ഞു ഇത് റിസ്ക് എവിടെയായിരിക്കും? എവിടെ പറ്റും? ശരിയല്ലേ? അതിനെ കൊണ്ടുപോകാം. വരാൻ പറ്റുന്ന അത്രയായിരിക്കും. ഇങ്ങനെ തിരിച്ചാൽ മതി. ഇനി വേറെ ഒന്നും പേടിക്കുന്നില്ല. സ്ട്രെയിറ്റ് ബാക്കും ഇവിടെ മാറി നോക്കിയാൽ മതി. സ്ട്രെയിറ്റ് ബാക്ക്, അതായത് പബ്ലിക് റോഡിലേക്കാണ് പോകണം. അവിടെ നിന്ന് ആരെങ്കിലും വണ്ടി വരുന്നുണ്ടോന്ന് അറിയണം, ഇവിടെ അടുക്കുന്നുണ്ടോ അറിയണം. ഫ്രണ്ടും ബാക്കും മാറി നോക്കുക. ഇവിടെ മാക്സിമം അടുത്ത് വരും വണ്ടി. വരില്ലായിരുന്നു. ഞാനൊരു സാധനം കാണിക്കാൻ വേണ്ടി തിരിപ്പിച്ചുകൊണ്ടാണ് കാര്യം ഇങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇറങ്ങി പോയാൽ ഇവിടെ ചേർക്കാൻ പറ്റുന്നത്രയും ചേർക്കും. ഞാൻ നിൽക്കുക, അതിൻ്റെ മുന്നിൽ എന്തുകൊണ്ട് ഞാൻ കയറിക്കും. ഞാനുമായിട്ട് എത്ര അടുപ്പിക്കാൻ പറ്റുമോ അത്ര അടുപ്പിച്ചു. അതുപോലെ ഇവിടുത്തെ ഈ അകലെ ഇങ്ങനെ കുറച്ചാൽ മതി, മാക്സിമം കുറച്ചു. അങ്ങനെ തിരിച്ചു പിടിച്ചു. വരും തോറും ഇത് കണ്ട, ഇതിന്റെ നീറാകാൻ തുടങ്ങി. കണ്ട ഇവിടെ എത്ര അടുപ്പിക്കാമോ അത്ര അടുപ്പിച്ചു. റിസ്ക് എവിടെയാണെന്ന് തോന്നുന്നു അപ്പം നിർത്തിയാൽ മതി. മീൻ വരുത്തണോ വേണ്ട? ഒരു മീൻ വരുമോ? അതും കൂടെ കൊണ്ടുപോകും. ഇരിക്കുന്നെങ്കിൽ ഈ ഫ്രണ്ട് വന്ന് എനിക്കിപ്പോൾ ഇരിക്കുള്ളൂ. എനിക്കുണ്ടോ മതിയെന്നോ അതോ ഇനി അടുപ്പിക്കണം? ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡ്രൈവറുടെ തീരുമാനം. അയാൾക്ക് വേണമെങ്കിൽ മാക്സിമം ക്ലോസർ ആക്കാം, ജസ്റ്റ് ക്ലോസറും ആക്കാം. ഇതിന് റിസ്ക് ഇല്ല. മറ്റേ റിസ്ക് ഉണ്ട്. മാക്സിമം നിയറാക്കാൻ നോക്കിയാൽ റിസ്ക് ഉണ്ടാവും. നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിയാൽ വണ്ടി തട്ടും. ഇതിലാവുമ്പോൾ റിസ്ക് ഇല്ല. ഒരടി അങ്ങോട്ടോ മാറിയാലും ഒരു ഗ്യാപ്പ് ഉണ്ട് വണ്ടിയുമായിട്ട്. ഇങ്ങനെ എപ്പോഴും ചൂസ് ചെയ്യാവുള്ളൂ. വേണ്ട, ഒരു മിനിമം ഗ്യാപ്പ് കുറച്ചു. ഇങ്ങനെ നിന്നിരുന്ന വണ്ടിയായിരുന്നു ഞാനുമായിട്ട്. അത് ഇങ്ങനെ ആക്കിയെടുക്കും. ശരിയല്ലേ? ഇനി തട്ടവും തോന്നിയാൽ വണ്ടി നേരെ ആക്കി കൊടുക്കും. ഓക്കെ, ഒന്നെങ്കിൽ നേരെയാക്കി പുറകോട്ട് വരണം, ഇപ്പം ചെയ്ത പോലെ. എന്നിട്ട് എന്നെ എപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റുമോ അപ്പോഴേ അടുത്ത തിരിച്ചിരിക്കാവുള്ളൂ. ഓക്കെ, പുറകോട്ട് പോകും തോറും എന്നെ ഇനി ഇവിടെ കിട്ടും. അപ്പോഴേ ഇനി അടുത്ത് തിരിച്ചിരിക്കാവുള്ളൂ എങ്ങോട്ടെങ്കിലും. ഓക്കെ, കാരണം നമുക്ക് കാർ അങ്ങോട്ടല്ലേ കൊണ്ടുപോകണ്ടേ. അപ്പോൾ തിരിക്കണമെങ്കിൽ ഇപ്പം തിരിച്ചാൽ തന്നെ ഇരിക്കും. ഇനി എന്നെ ഇങ്ങനെ കാണുന്ന പോലെ വണ്ടി തിരികരുത്, എന്നിട്ടേ തിരിക്കാവുള്ളൂ. അല്ലേ? ഓക്കെ അല്ലേ?
അവിടെ നിൽക്കില്ല. ശരിയല്ലേ? ആ പുല്ല് വരെയുള്ള സ്ഥലം നമുക്ക് ഇതിൽ കൂടെ കാണാം. അതിനർത്ഥം കാർ അവിടെ എത്തിയിട്ടില്ലെന്നോ. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ ഫ്ലോറിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റും കാറിൻ്റെ അടുത്തല്ല. ഓക്കെ, ഫ്ലോറിൽ കാണാൻ മേലെങ്കിൽ അത് കാറിൻ്റെ അടുത്തുള്ള സാധനമാണ്. എൻ്റെ കാല് ഇവിടെ കാണാവാ? ഇല്ലല്ലോ. അതിനർത്ഥം ഞാൻ കാറിന് അടുത്താണ്. ശരിയല്ലേ? ഇപ്പം കാണാവോ എൻ്റെ കാല്? കുറച്ചല്ലേ കാണാവുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്തോ? ബാക്കി കാണുന്നില്ല, ഞാൻ കാറിന് അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പം കാണാവാ? ശരി. ഞാൻ കാറുമായിട്ട് ദൂരത്താണ്. കാറിൻ്റെ അടുത്തൊരു 3 അടി ഞാൻ ദൂരെ എത്തുമ്പോൾ എൻ്റെ കാല് മറഞ്ഞു പോകും. മറഞ്ഞാ? ശരിയല്ലേ? ഞാൻ കാറിന് നിയറുണ്ട്. ഇതേ ഫസ്റ്റ് അലാറം കേട്ടാ. ഇതുവരെ അലാറം ഇല്ലായിരുന്നു. ഞാൻ ദൂരത്താണ്, എന്നെ പേടിക്കണ്ട. ഞാൻ 3 ഫീറ്റിൽ എത്തുമ്പോൾ ഫ്ലോർ മറഞ്ഞു പോകും, അലാറം കേൾക്കും. കണ്ട, ഞാൻ 2 ഫീറ്റിൽ എത്തുമ്പോൾ അലാറം സ്പീഡാവും. കണ്ട, 1 അടി ദൂരത്ത് വരുമ്പോൾ സ്റ്റോപ്പ് കേൾക്കും. ഇനി ഞാൻ 1 അടി വെച്ചാ ബമ്പർ എന്നെ ഇടിച്ചു. കിട്ടിയാ പേടിക്കണ? എന്റെ കണക്കൂട്ടൽ ശരിയല്ലേ? റിവേഴ്സ് എടുക്കുമ്പോൾ ഇത് തന്നെ നോക്കിയാൽ മതി. അല്ലാതെ ഒരു സാധനത്തിനെ കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്താണ് ഇടിക്കാന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ആ റോഡ് കടന്നു പോകരുതെന്നാണ് പ്ലാൻ എന്ന് വിചാരിക്കും. ഈ റോഡിന്റെ അപ്പുറം വണ്ടി പോകരുത്. അവിടെ കുഴിയാന്ന് വിചാരിച്ചു നോക്ക്, കാണാമല്ലോ, റോഡിന്റെ എൻഡ് വരെ കാണാമല്ലോ. അതിനർത്ഥം എന്തോ? ഇനിയും നമുക്ക് ബാക്കിൽ പോകാൻ സ്ഥലമുണ്ടെന്ന്. ഇറക്കി കൊണ്ടുപോകാം. എപ്പോൾ ഈ മതിൽ മുന്നിൽ കാണുന്നു അപ്പോൾ അതിന് തിരിക്കാവും. ഇല്ല, ഈ കോർണറാണ് ഇരിക്കാനുള്ളത്. ഈ കോർണർ ഇവിടെ കിട്ടും. കിട്ടിയാ? ജസ്റ്റ് ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നിർത്തും. അപ്പൊ ഫുള്ള് ഇരിക്കും. എങ്ങോട്ടാ? കാറെങ്ങോട്ടാ മാറ്റണ്ടേ? എങ്ങോട്ടാ മാറ്റണ്ടേ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? കാറിന്റെ ബാക്ക് നമ്മൾ എങ്ങോട്ടാ ഇറക്കാൻ നോക്കുന്നത്? അപ്പൊ എങ്ങോട്ട് ഇരിക്കും? ആദ്യം തിരിച്ചില്ലേ? ഇനി ഇറക്കിക്കൊണ്ടുപോകും. ഇവിടെ നോക്കിയിരുന്നു. ഇരിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളിരുന്നു. ശരിയല്ലേ? ഇപ്പോഴേ ഞാനാണെന്ന് വിചാരിച്ചു. അതൊക്കെ ഇറക്കിക്കൊണ്ടുപോകാം. എൻ്റെ അടുത്തുനിന്ന് മാറുകയാണോ അതോ എൻ്റെ അടുത്തേക്ക് വരികയാണോ നോക്കുക. മാറുകയല്ലേ? മാറിക്കൊണ്ടിരിക്കുകയല്ലേ? ശരിയല്ലേ? ധൈര്യം ഇങ്ങനെ പേടിപ്പിക്കുന്ന പുറത്തുനിന്ന് ഒരാളും അല്ല, അകത്തുള്ള ആള് തന്നെയാ പേടിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഒരാളാണ്. പ്രശ്നം വരുന്നുണ്ട്. പശുക്കെടുത്ത് ആളെ നോക്കണ്ട. പശുക്ക് അതൊന്ന് പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടി തിരിച്ചു ചെയ്യാതെ. ഫ്രണ്ട് ഒരുപാട് മാറ്റണോ? കുറച്ച് മാറ്റിയാൽ അങ്ങനെ കുറച്ച് കൂടുതൽ തിരിച്ചു പറ്റും. ഫ്രണ്ടേ നോക്കിയിരിക്കാവുന്ന ഇങ്ങോട്ട് ഒളിഞ്ഞ് നോക്കിയത്. ഇവിടെ വീടുമില്ല. ഞാൻ നോക്കല്ലേ, കൊന്നാലും നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം എങ്ങോട്ട് ഇരിക്കുന്നൊന്നും അങ്ങോട്ടേ കാർ ഓടുള്ളൂ. എങ്ങോട്ട് തിരിച്ചു വെച്ചാലും മോള് പേടിക്കണ്ട. ഈ സാധനം കിട്ടുമ്പോൾ നിവർത്തി എടുത്താൽ മതി. ഇപ്പൊ ഇത് കണ്ട, എന്റെ നേർക്കല്ലേ നിൽക്കുന്നത്. എന്റെ നേരെ ഒന്ന് മാറുമ്പോൾ വണ്ടി നേരെയാക്കി കൊടുത്തേരും. എന്റെ നേർക്ക വണ്ടി നിൽക്കുന്നത് കണ്ട, മാറുമ്പോൾ നേരെയാക്കി കൊണ്ടുവന്നാൽ മതി. ആപ്പാ നേരെയാക്കിയ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ കാറിനെ ആദ്യം ആ സ്ഥലത്തേക്ക് ഒന്ന് ചരിക്കണം. വേഗത മാക്സിമം കുറച്ച് അവിടെ കൊണ്ടുപോകാം. അവിടെ നിൽക്കട്ടെ. കണ്ട, എന്നിട്ട് വേണം ശരിയാക്കിയിട്. ഓക്കെ. ഇപ്പൊ എന്താ കുഴപ്പമെന്നറിയാം? വന്ന വരവില് നേരെയാക്കാൻ നോക്കിയില്ലേ? അപ്പൊ എന്ത് പറ്റും? കാറ് വീണ്ടും ഞാൻ പറഞ്ഞ സ്ട്രക്ചർ കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകും. അവരുടെ ഗേറ്റിന്റെ പതുക്കെ വരും. ഞാൻ ഇവിടെയാ പറഞ്ഞത്. ഓക്കെ. ഇപ്പോഴും മോളെ പിന്നെ എന്ത് ചെയ്ത്? ഞാൻ പറയുന്ന സ്ഥലം അനുസരിക്കാൻ നോക്കി. ഡ്രൈവറാണ് തീരുമാനിക്കേണ്ടത് എവിടെ നിർത്താൻ പറ്റും, എവിടെയാണ് ബെറ്റർ. ഓക്കെ, അതും കൂടെ ചിന്തിച്ചോണം. ഞാൻ ചിലപ്പോൾ ജംഗ്ഷന് നടുക്ക് വെച്ച് പറയും അവിടെ നിർത്താൻ. വിട്ടോ.
എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കടാ. ആ ഇവിടെ ഗ്യാപ്പ് ഒരുപാട് കിടപ്പുണ്ടല്ലോ. ആ ഒന്ന് ഒതുക്കി നിർത്തിക്കും. മാക്സിമം സൈഡാക്കിയില്ല. ഇനി നിർത്താൻ പാടില്ല. ഇനി പാലത്തിന്റെ മണ്ടയ്ക്ക് എത്തി വണ്ടി. ഇത്ര നേരം സൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലച്ച് ഫുൾ എടുക്കാതിരുന്നാൽ മതി. കാലേന്ന് ജസ്റ്റ് ഹാഫ് ക്ലച്ച് ആക്കി ആ മൂവ്മെന്റ് കിട്ടും. അല്ല, സൈഡിൽ ഒതുക്കി നിർത്ത്. പാലം കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലേക്ക് ഒതുക്ക്. ആ മാക്സിമം ഒതുക്ക്. മാക്സിമം ചേർക്കാൻ പറ്റുന്നത്രയും ഫ്രണ്ട് ചേർത്ത് കൊടുക്ക്. ഓക്കെ, എന്നിട്ടൊന്ന് പതുക്കെ നിർത്ത്. ഇനിയും ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടല്ലോ, ലെഫ്റ്റിൽ വേണമെങ്കിൽ ചേർത്തിടാലോ. അങ്ങനെ എത്തരുത്. ആ കാണുന്ന വിഷൻ കണ്ട അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്ക്. കാരണം ആ കടയുടെ ഫ്രണ്ടിലത്തെ സ്പേസ് കണ്ട പക്കായിട്ട് പോയിന്റ് ചെയ്യിക്ക്. ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു ചരിവ് മാത്രമേ ഉള്ളൂ കാരണം. മോളെ ഇനിയും തിരിച്ചാ ഇനിയും കിട്ടിയാനെ അങ്ങോട്ട്. പേടിയുണ്ടോ അതിന്? എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാർ നിർത്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ വരാം, ഒരു സെക്കൻഡ്. ആ ലോക്കം തുറക്കാവോ? അനങ്ങ്. ഇതിന്റെ മുന്നിൽ വരാത്ത ഒരു സാധനത്തായിട്ട് ഇത് ഇടിക്കൂല, പേടിക്കണ്ട. ഓക്കെ, ലെവൽ ചെയ്ത് കണ്ട എന്നും മുന്നിൽ വരും. അനക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ ഒരടി അനക്കിക്കോണം. കണ്ട, പറക്കാതിരുന്നാൽ മതി. ക്ലച്ചിന് കാല് മുഴുവൻ എടുക്കുകയും ചെയ്യരുത്. ഏത് ഗിയറിലാണ് നിർത്തിയിട്ട് എടുത്തോണ്ട് പോയാണ്ട ഇത്രേ ഉള്ളു കാര്യം. തേർഡ് ഗിയർ ആണെങ്കിൽ കുറച്ചുകൂടെ വിറച്ചിട്ട് നീങ്ങും. അതായത് ബുദ്ധിമുട്ടിയാൽ നീങ്ങുള്ളൂ, ഇച്ചിരി കൂടെ സമയം എടുത്തേ നീങ്ങുള്ളൂ. എളുപ്പം നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലേക്ക് ചൂസ് ചെയ്യുന്നത്. മോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ പേടിക്കണമെന്നില്ല. മോളിപ്പോൾ ചെയ്തെന്ന് വെച്ചാൽ ഓടി വന്ന വണ്ടി ഫസ്റ്റ് ഇടാൻ നോക്കി. അത് ചെയ്യരുത്. അടുത്ത ഗിയർ തട്ട്. ഏത് ഗിയറാണോ വേണ്ടതെന്ന് മാത്രം ചിന്തിക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. പോട്ടെ, വേണ്ട സ്പേസ് എടുത്തു പോയി ധൈര്യമായിട്ട്. അത്രേ ഉള്ളൂ. കണ്ടോ, മുൻവശത്തിന് എപ്പോഴും മാനേജ് ചെയ്തോണം. നിങ്ങൾ അല്ല, ഇപ്പം ഞാൻ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറയല്ല. മോളൊരു പെൺകുട്ടിയാണ്, ഞാനൊരാണാണ്. ഞാൻ തിരക്കിൽ പോകുന്ന എങ്ങനെയാണെന്നറിയാവാ? ഞാൻ ആ തിരക്കൊന്നും നോക്കില്ല, എൻ്റെ ശരീരം നോക്കില്ല. ഞാൻ ഇടിച്ചിടിച്ചിടിച്ച് അതോട്ട് കയറും. മോൾ അങ്ങനെയാണോ പോകുന്നത്? അല്ല, മോള് ശരീരം പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ആയിട്ട് ഒരു ഗ്യാപ്പ് നോക്കിയാണ്. ഞാൻ വേറെ അർത്ഥത്തിൽ പറയല്ലേ, ഇത് മനസ്സിലാക്കാൻ പറഞ്ഞ. കാറും ഇങ്ങനെ തന്നെയാണ്. ഒരു തിരക്കോ അല്ലെ ഒരു ക്രൗഡഡ് ആയിട്ടോ ഏരിയ കണ്ടാ എവിടെയാണ് സ്പേസ് ഉള്ളതെന്ന് നോക്കണം. അങ്ങോട്ട് വണ്ടിയെ പോയിന്റ് ചെയ്തുകൊണ്ട് വേണം ചെല്ലാൻ. ഇപ്പൊ അവിടെ നിർത്താനാണ് എൻ്റെ പ്ലാൻ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടടാ, വേഗത കുറച്ച്. എന്നിട്ട് വണ്ടിയുടെ സ്ട്രക്ചർ അങ്ങോട്ടൊന്നാക്കിക്കത് ഈ വിടവിലേക്ക്. കണ്ടാ, ഈ വിടവ് എത്തട്ടെ വണ്ടി, അതുവരെ സമയമുണ്ട്. ചെല്ല്, അവിടം വരെ എത്തുന്നവരെ സമയമുണ്ട്. കണ്ടാ, ചെല്ലട്ടെ. അവിടുത്തെ കാഴ്ച മറഞ്ഞു തുടങ്ങുമ്പോ കാറിനെ നിർത്ത്. മറിഞ്ഞില്ലേ? അപ്പം നിർത്ത്. കണ്ട, ഇപ്പോഴും വണ്ടി അവിടെ എത്തിയിട്ടില്ല. ആ പോയിന്റിലേക്ക് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വണ്ടി നേരെയാക്കി കൊടുക്കുക. എങ്ങോട്ടാണോ മാറ്റേണ്ടത് അങ്ങോട്ട്. ഓക്കെ, പതുക്കെ അനക്കുമ്പോൾ വണ്ടി നേരെ വരും. ഇട്ടോ, ഫസ്റ്റ് ഇട്ടു. പതുക്കെ ഇവിടെ തന്നെ നോക്ക്, ചുറ്റുപാട് നോക്കരുത്. കാരണം ഇത് ഇവിടെയാണ് തടസ്സം. കണ്ട, നിർത്ത്. ഇങ്ങനെയാണ് വണ്ടി സൈഡാക്കുന്നത്. ഒരാൾക്ക് വേണ്ടി സൈഡാക്കേണ്ടി വന്നാൽ എവിടെ സ്പേസ് കിട്ടുമെന്ന് നോക്കുക. ആ സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യിക്കുക. ആ വിഷ്വല് മറയുന്നവരെ ധൈര്യമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. എന്നിട്ട് രണ്ടാമത് പ്രതികരിച്ചാൽ മതി. ഇനി മോഡയിൽ ബ്രേക്ക് ഉണ്ട്, ഏത് നിമിഷവും മോക്ക് നിർത്താം. കണക്കൂട്ടിൽ തെറ്റിയാലും മോക്ക് നിർത്താൻ പറ്റും പെട്ടെന്ന്. ആർക്കും പരിക്കുണ്ടാവില്ല, കാരണം പതുക്കെയാ വണ്ടി വരുന്നത്. ഇനിയിപ്പോ വിട്ടോ, ചിന്തിച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞത്. നിനക്ക് പോകേണ്ട വഴി ഏതാന്ന് നിനക്കറിയാം. നീ ഒതുക്കിയിട്ട സ്ഥലം ഏതാണെന്ന് നിനക്കറിയാം. ഒതുക്കിയിടുന്നിടത്തേക്കാണോ ഇത് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്, അതോ റോഡിലേക്കാണോ കിടക്കുന്നതെന്ന് മാത്രം മോളം നോക്കിയാൽ മതിയടാ. നിന്റെ മനോഭാവം അത് മനസ്സിലായോ? ഇത് ചരിഞ്ഞാണെങ്കിൽ ഇത് പക്ക റോഡിലേക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കാണിച്ചു തന്നെ മോളെ. ആണ് ചരിഞ്ഞാ കിടക്കുന്നത്, അങ്ങോട്ട് ചരിഞ്ഞാ കിടക്കുന്നത്. ഓക്കെ, നേരെ ആയിട്ടില്ലായിരുന്നെങ്കിൽ മോള് കൊണ്ടുവന്ന് നിർത്തിയത് ഈ സൈഡിലേക്കാ. ഇത് മതിലേക്കോ അല്ലെങ്കിൽ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ കടന്ന് മോളെ കാണിച്ചു തന്നെ ഈ സ്ഥലം. അപ്പോഴും വണ്ടി ചരിഞ്ഞു കിടക്കാം. വണ്ടി നേരെയാണെന്ന് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ റോഡാണെങ്കിൽ മോക്കത് ഇതുപോലെ കണ്ട ലെങ്തി ആയിട്ട് കാണാൻ പറ്റും. റോഡ് ഫുൾ വിഷൻ ബാക്കിലേക്ക് ഇങ്ങനെ ലെങ്തി ആയിട്ടുണ്ടെങ്കിലും വണ്ടി നേരെയാണ്. ഇപ്പൊ കണ്ട കുറെ ആ വളവ് വരെയുള്ള ദൂരം മോക്ക് കാണാം. അതിനർത്ഥം വണ്ടി നേരെയാണെന്ന്. കിട്ടണണ്ട, ഉറപ്പാണ്. വേറെന്തെങ്കിലും പ്രശ്നം തീർന്ന? ഇനി തിരിക്കുമ്പോഴും വളയ്ക്കുമ്പോഴുള്ള പ്രശ്നം തീർന്ന? കാര്യമായിട്ട് വെച്ചു
നേരത്തെക്കാട്ടിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഓക്കെ, അത് കേട്ടാ മതി. ഈ സ്റ്റിയറിംഗ് താത്താന്നറിയാവോ ഹൈറ്റ്? ഇല്ല. ദേ ഇവിടെ ഇവിടെ ആയിട്ടൊരു ലിവർ ഉണ്ട്. ഈ വിരല് ഈ വിരല് ഇത് ഈ വിരല് ഈ വിരല് ഈ കൈയുടെ ആ ഹോളിലേക്ക് കയറ്റിക്ക്. കണ്ട? ഇനി താഴേക്ക് വലിച്ച് ബലം കൊടു. ആ താഴേക്ക് വരട്ടെ, സ്റ്റിയറിംഗ് വരും ഇനി. കണ്ട? ഇതല്ലേ നല്ലത്. മറ്റേ തോങ്ങി കിടന്നല്ലേ ഓടിച്ചേ, ഇതിപ്പോ കുറച്ചുകൂടെ ഹാൻഡി ആയില്ലേ, താഴെ കിട്ടിയില്ലേ? ഏതാ നല്ലത്? ഇങ്ങനെ വേണോ അതോ ഉയർന്നിരിക്കണോ? അങ്ങനെ ചെയ്ത് ശീലിച്ചെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതാ ബെറ്റർ. എപ്പോഴും നമ്മുടെ ചെസ്റ്റ് ലെവലിൽ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് കൈ ഈസി ആയിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്യാം. മറ്റത് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. രണ്ടും രണ്ടാണ്. ആ നോക്കാം, അത് ലോക്ക് ചെയ്ത് വെക്കും. ഇപ്പൊ ഒരു സാധനം താഴേക്ക് എടുത്തില്ലേ, അതിനെ തിരിച്ചകത്ത് കയറ്റി വെക്കണം. അതിന് വിരല് വേണ്ട, ഉള്ളം കൈ കൊണ്ട് ബലം കൊടുത്താൽ മതി. കയറിയ ഫുള്ളകത്ത് കയറിയില്ലേ? ആ ഒന്നോടെ ബലം കൊടുത്തേരും. ഓക്കെ, ഈ സ്റ്റിയറിംഗ് പൊക്കി നോക്കിയാൽ മേലോട്ട് ഇല്ല. ഓക്കെ സെറ്റ്, വിട്ടോ. ഓക്കെ, റോഡിൽ കയറുന്നതും അതേപോലെ തന്നെ. ആ സ്ട്രക്ചറിനെ ജസ്റ്റ് റോഡിന്റെ സൈഡിൽ റോഡിലേക്ക് കിട്ടിയാൽ വണ്ടി അങ്ങോട്ടായി, ഉടനെ സ്റ്റഡിയാക്കാൻ പോകാം. അല്ലാതെ അവിടെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടേണിങ്ങിലും മറുവശത്തേക്ക് ഒളിഞ്ഞു നോക്കരുത്. ഇപ്പൊ ഇത് കണ്ട, ഒരു ടേണിംഗ് ആണ്. എന്റെ ഫ്രണ്ട് വിഷൻ ഉണ്ട്. ഫ്രണ്ടിലെ ഫ്ലോർ മറയുന്നത് വരെ ഈ കാർ എങ്ങും പോയിടിക്കില്ല. കാരണം റോഡിന്റെ ലിമിറ്റ് എന്തെങ്കിലും ഉണ്ട്. അതിവിടെ നോക്കുന്ന തന്നെ ചെയ്യും. കണ്ട? ഇവിടെ കുറയുമ്പം അതിന് വേണ്ടുന്ന ബെൻഡ് മാത്രം മതി. കൂടുതൽ തിരിച്ചാൽ വണ്ടി അപ്പുറത്ത് പോകും. ഇവിടെ ഒരു വ്യൂ വരുമ്പം കാർ നേരെയാക്ക്. കണ്ടാ? ഇങ്ങനെയാണ് വളവും ജംഗ്ഷനും എല്ലാം തിരിയുന്നത്. പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടിയുടെ സ്ട്രക്ചർ എടുക്കുക, സ്ട്രെയിറ്റ് ആക്കുക, ഫ്ലോർ മറയുന്നവരെ എത്തിക്കുക, എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുത്തേക്കുക. സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞോളാം, ബാക്കി ചെയ്തോ. ഹലോ, പതുക്കെ പതുക്കെ വാ. ബൂസ്റ്റ് അവിടെ ഇല്ലായിരുന്നു, തീർന്നു പോയി. അതെ, ഇത് കുറയ്ക്ക്. ശരി. ഹലോ, എന്തോ പറ്റി? എന്തോ എടുക്കുന്നു? വാരി തിന്നാനാണോ? വാരി തിന്നാനാണോ? കള്ളപ്പന്നി. നീയാണോ ഈ കൊച്ചിന് വെച്ചിരിക്കുന്നത് തിന്നുന്നത്? ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ടയർ നേരെയാക്കണം. ഓക്കെ, എന്നിട്ട് നോക്കി അതിന്റെ ഫ്ലോർ കാണാവോ? അത് മറയുന്നവരെ ജസ്റ്റ് ബാക്കിലേക്ക് വാ. അതെപ്പം മറയുന്ന അവിടെ നിർത്തിയേക്ക്. മറഞ്ഞാ? അതും കൂടെ മറച്ചു തരും, ആ പൊട്ടിക്കും കൂടെ. മറഞ്ഞാ? ഇനി കാറിനെ എങ്ങോട്ട് മാറ്റണം? പാരലൽ ആവണമെങ്കിൽ റിവേഴ്സ് ഗിയർ തന്നെയാണ്. ബാക്ക് എങ്ങോട്ട് മാറ്റണം? ബാക്ക് അങ്ങോട്ട് മാറണം എന്ന് ആലോചിച്ചാൽ മതി. ബാക്ക് അങ്ങോട്ട് മാറണം. മര്യാദയ്ക്ക് കിടന്ന കാറായിരുന്നു. മോളാണ് അതിനെ തിരിച്ച് ഇങ്ങോട്ടാക്കിയത്. മോളാണ് തിരിച്ച് അവിടം വരെ എത്തിച്ചത്. ഇനി ഈ കാർ എങ്ങോട്ട് മാറ്റണം എന്ന് ആലോചിച്ചാൽ മതി. ആണ്. അപ്പൊ എങ്ങോട്ട് തിരിക്കണം? ഓടിച്ചാ? എന്നിട്ട് ഇവിടെ തന്നെ നോക്കിയിരിക്കും. മതിലിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു വിടവ് കിട്ടും, അല്ലെങ്കിൽ ലെങ്തി ആയിട്ടൊരു വിഷ്വൽ കിട്ടും. വിടവ് വന്നോണ്ടിരിക്കല്ലേ? വാ, പതുക്കെ പതുക്കെ വാ. ലെങ്തി ആയിട്ടൊരു വിഷ്വൽ കിട്ടും. കിട്ടിയാ? അതോ ഇച്ചിരി കൂടെ വാ, അപ്പൊ ഷാർപ്പായിട്ട് കിട്ടും. ഇപ്പൊ ജസ്റ്റ് അല്ലേ കാണാവുള്ളൂ. ഒരു പൊടിക്കൂടെ വന്നാൽ ഒരു വിടവായിട്ട് തന്നെ കിട്ടും. കണ്ട? ഇനി ടയർ നേരെയാക്ക്. ഇനി ഒന്ന് ഇറങ്ങി ചെന്ന് വേണമെങ്കിൽ നോക്കിക്കും. ന്യൂട്രലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് വേണമെങ്കിൽ ഈ കാറൊന്ന് നോക്കിക്കും. ബുദ്ധിമുട്ടാകാതിരിക്കാനാ. കാറ് നേരെയാണോ ചരിഞ്ഞാണോ എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതെ, അതിനെന്ത് ചെയ്യണം? അങ്ങോട്ട് ഓടിച്ചു. ഓടിച്ചിട്ട് അനക്കുമ്പോൾ തന്നെ അവിടെ സൈഡിൽ എന്തൊക്കെ ഇടിക്കാനുണ്ടെന്ന് തെളിഞ്ഞു വരും.
ഇടിക്കാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള വീതി കുറയ്ക്കുകയേ ചെയ്യാവുള്ളൂ, ഇല്ലാതാക്കരുത്. വന്നാ അപ്പൊ നിർത്ത്. ഇപ്പൊ അതേലേക്കാ പോയിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്രയും വരുത്തരുതായിരുന്നു. ആ സാധനം കാണുമ്പോഴേ അതിലോട്ടുള്ള വീതി ഇല്ലാതാക്കരുത്. ഇപ്പൊ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞ് അതേലേക്കായി പോയി. ഇങ്ങനെ ഫസ്റ്റ് ഇട്, ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഇട്. ഒരു പൊടി മുന്നോട്ട് എടുത്താ ഇച്ചിരി ഫ്രണ്ടോട്ട്, ഇങ്ങനെ തന്നെ ഫ്രണ്ടോട്ട് എടുത്താ ആ വീതി കിട്ടും. അവിടെ ഒരു അടി മുന്നോട്ട് എടുത്ത് ആ സാധനമായിട്ടൊരു ഗ്യാപ്പ് കിട്ടും. മതി. കണ്ട, ഇത് വേണോന്നാ പറഞ്ഞ തട്ടാതിരിക്കാൻ. ഇത് വേണം ഇച്ചിരൂടെ കൂട്ടിക്കോ, ഒന്നുകൂടെ മുന്നോട്ട് ഇട്, ഒരു ഇത്തിരൂടെ വലുതായി കിട്ടും. മതി. കണ്ട, ഇങ്ങനൊരു വിടവേ ഉണ്ടാകാവുള്ളൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് കിടന്ന കാറിനെ പോകേണ്ട സ്ട്രക്ചറിലേക്ക് ചരിച്ച് നമ്മള്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ടയർ നേരെയാക്കിയിട്ട് ആ സ്പോട്ട് വരെ എത്തിക്കണം. റിവേഴ്സ് ഗിയർ ഇട്. പതുക്കെ പതുക്കെ വാ, പതുക്കെ പതുക്കെ വാ, പതുക്കെ പതുക്കെ വാ. അതിന്റെ ഫ്ലോർ അങ്ങ് മറഞ്ഞു പോവും. എന്ത് ഒബ്ജക്റ്റ് ആണോ ഇടിക്കാനുള്ളത് അതിന്റെ ഫ്ലോർ മറഞ്ഞു പോവും. അല്ലേ? അതിനർത്ഥം അവിടെ കൂടുതൽ സ്പേസ് വരുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനിയും വേണമെങ്കിൽ കാറിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടിയല്ലാന്ന്. വീണ്ടും ചെല്ല്. ആ കാണണ്ട, അതെ അവിടെ ഇവിടെ തന്നെ നോക്കിക്കോ. ഇവിടെ കൂടുതൽ വിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ട, നിർത്ത്. ടാറ് തൊട്ട് കൂടുതൽ ഏരിയ കാണുന്ന കണ്ട, വിസിബിൾ ആയിട്ട് ഉണ്ടാ. ടാറ് മൊത്തം ടാറാ കാണുന്നത്, ശരിയല്ലേ? അതിനർത്ഥം ഇനിയും കാറ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാന്ന. നിർത്ത്, ഇനിയും കാറ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാന്ന. ഫുള്ള് ഓക്കെ. ഇനി എവിടെയാ നോക്കിയിരിക്കണ്ട പറ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ പറ, ഇനി വണ്ടിയുടെ എവിടെ നോക്കണം? ഇപ്പൊ വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുവാണ്, അതിനകത്തോട്ട് കയറണം. അപ്പൊ വണ്ടിയുടെ ഇത് ഫ്രണ്ടിലോട്ട് റൈറ്റിലോട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു റിവേഴ്സ് ഗിയറിൽ ഇതിനെയാണോ നോക്കണ്ടേ ബാക്കാണോ നോക്കണ്ടേ? ബാക്ക്. ഫസ്റ്റ് പ്രിയോറിറ്റി ബാക്കിനാണ്. ഇപ്പൊ പറ, എവിടെയാ നോക്കണ്ടേ കാറിന്റെ? ഇവിടെയാണോ നോക്കണ്ടേ? ഈ മിററിലാണോ നോക്കണ്ടേ? ആ മിററിലാണോ നോക്കണ്ടേ? കാരണം ഈ മിററിൽ തടി കേടാൻ ഉണ്ടായത് ഈ സാധനമായിരുന്നു, ഈ തൂണ് പോലത്തെ സാധനമായിരുന്നു. അതിനെ ഇടിക്കാത്ത രീതിയിൽ മോളാക്കി അവിടം വരെ കൊണ്ടുവന്നു. അതിന് ഇടിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് വണ്ടി തിരിച്ചത്. ഇനി ഇത് റിസ്ക് അല്ല, ഇനി റിസ്ക് ഇതേ അവിടെയാണ്. ആ സൈഡിൽ എന്തുണ്ട്, ആ സൈഡിൽ എന്തിടിക്കും എന്ന് അറിഞ്ഞു വേണം ഇനി പുറകോട്ട് ചെല്ലാൻ. ചെല്ല്. പതുക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ മാറി മാറി നോക്കിക്കോണം. സ്ക്രീനും ആ സാധനവും. നേരെ പുറകിൽ ആരെങ്കിലും വരുമോ എന്നറിയാനും വണ്ടി നേരെയാകുന്നുണ്ടെന്ന് അറിയാനും. വണ്ടിയുടെ സ്ട്രക്ചർ ഫുൾ ലെങ്ത് ആയിട്ട് ആ സൈഡിൽ കിട്ടും. പതുക്കെ മതിലേന്ന് മാറി 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 റോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. കിട്ടിയാ? ഇപ്പൊ കിട്ടിയാ? അപ്പൊ നിർത്ത്. ഒരു ഇഞ്ച് കൂടെ ബാക്കോട്ട് കൊണ്ടുവന്നേ. അപ്പൊ പക്ക റോഡിലേക്കാവും. ബ്രേക്ക്. കണ്ടാ? ഇതാണ് നേരെ. അതായത് സൈഡിനും വണ്ടിക്കും ഇടയ്ക്ക് ഒരു വിടവ്. ഇത്ര നേരം അതില്ലായിരുന്നു. ക്ലച്ച് ഒന്ന് ചവിട്ടിക്ക്. ഒരു ഇച്ചിരി ഫ്രണ്ടോട്ട് എടുത്തേ. ക്ലച്ച് ഒന്ന് ലൂസ് ചെയ്തേ. ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ. ബ്രേക്ക്. ഇപ്പൊ നോക്കിക്കേ. ക്ലച്ച് ചവിട്ടി പിടിക്കും. സ്റ്റാർട്ട് ചെയ്യും. ഓഫായി പോയി കാറ്. റിവേഴ്സ് എടുത്ത് ഗിയർ എടുക്കും. ബ്രേക്ക്. നേരെ ആയില്ലേ? എന്നാ അതോ ഇനി ആവണം? അപ്പൊ ടയർ നേരെയാക്കുക. മതി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് റിവേഴ്സ് ഗിയറിൽ കാറിനെ ഡ്രൈവ് ചെയ്യുന്നത്. എങ്ങോട്ടാണോ തിരിക്കേണ്ടത് ആ സൈഡ് നോക്കണം, അവിടെ എന്തുണ്ടെന്ന് നോക്കണം, അങ്ങോട്ട് മാച്ച് ആക്കണം, വണ്ടിയെ ലെവൽ ചെയ്യണം, അവിടെ കൊണ്ടുവരണം. ഓക്കെ, ഫസ്റ്റ് ഗിയർ എടുക്കും. റോഡ് കാണാം. റോഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണാവോ? എവിടെ കാണാം? അതിന്റെ പേര് എൻഡ്. സ്റ്റാർട്ടിംഗ് പോയിന്റാ കാണാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, ഇങ്ങനെ നിൽക്കുകയായിരുന്നു റോഡ്. ഇപ്പൊ കാർ ഇത് ഇങ്ങനെയാ കിടക്കുന്നത്. അതായത് ഈ പോയിന്റാ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ കേറുന്ന എൻട്രൻസിന്റെ എൻഡും കാണണം, സ്റ്റാർട്ടിങ്ങും കാണണം. ആ റോഡിന്റെ
മറുവശമാണ് ഇപ്പൊ കാണുന്നത്. തുടക്കം കാണും. നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. അതെ, തുടക്കം കാണും. അപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകും. അപ്പൊ ഫ്രണ്ട് കറക്റ്റ് ചെയ്ത് ഫ്രണ്ടോട്ട് എടുക്കും. ഫ്രണ്ടിൽ ഇടി കിട്ടാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വേണം മുന്നോട്ട് കയറാൻ. അനക്ക് അനങ്ങുമ്പോ കാർ നേരെയാക്കി എടുക്ക്. ഓക്കെ, ഇങ്ങനെ തന്നെ മുന്നോട്ട് കയറ്. ഇപ്പൊ കാണാമെന്ന് നോക്കിയേ, രണ്ടറ്റവും നിർത്ത്. കണ്ട, ഉറപ്പല്ലേ? ഇത്രയും വരണ്ടി വരത്തില്ലായിരുന്നു. നമ്മുടെ വണ്ടി ചരിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ദൂരം വരണ്ടി വന്നത്. മര്യാദക്ക് നേരെയായിരുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടോട്ട് വന്നപ്പോ തന്നെ നമുക്ക് രണ്ടും കാണാൻ പറ്റുമായിരുന്നു. അതെ, ബെൻഡെന്നല്ല, എങ്ങോട്ടാണോ കേറാൻ പോകുന്നത് അതിന്റെ രണ്ടറ്റവും കാണണം. ചില സ്ഥലത്ത് വോളായിരിക്കും, ചില സ്ഥലത്ത് ബെൻഡായിരിക്കും, ചില സ്ഥലത്ത് എൽ ഷേപ്പിലായിരിക്കും അത്. ഓക്കെ, ഇനി ഇത് ഉപേക്ഷിച്ച് തരും, ഫ്രണ്ടോട്ട് വിടും. അടുത്ത സ്ഥലം സെലക്ട് ചെയ്യാം. ഞാനാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇതിന്റെ വീതി എന്നാ പറയുന്നത്. ഞാനില്ല ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡ്രൈവറുടെ ലക്ഷ്യമാണ് കാർ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. എന്നെ ഇടിക്കാതെ കയറലാണ് ഡ്രൈവറുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പൊ നോക്കിയാൽ ഞാനുണ്ടാ ഫ്രെയിമില്. അതിനർത്ഥം ഇനി ഒരുപാട് സ്ഥലം ഇവിടെ കിടപ്പുണ്ടെന്നാ ഞാനുമായിട്ട്. മനസ്സിലായ? ഞാൻ ദേ ഇപ്പളാ ഞാനിതിനകത്തുണ്ട്. അതായത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, സൂക്ഷിക്കണം. എന്നെ തട്ടുവോ സൂക്ഷിക്കണം. ഓക്കെ, ഇത് തന്നെ ബാക്കിൽ നിന്ന് കാണിക്കാം. വീതിയില്ല, എന്നെ വണ്ടി ഇടിക്കും. ശരിയല്ലേ? ഇങ്ങനെ തന്നെ നോക്കിയോ. ഇപ്പളാ ഇടിക്കില്ല. ഇങ്ങനെ തന്നെ ബാക്കിൽ വന്നാ ഇടിക്കുമെന്നാ. എന്നെ ഇടിക്കൂല. അതെ, ഇങ്ങനെ നോക്കതേ, വിടവ് കണ്ട. എന്നെ ഇടിക്കൂല. അതെ, കണ്ട, പാസ് ചെയ്ത് പോവാം. ശരിയല്ലേ? എന്നത് ഈ മിററിയത് ഇപ്പൊ മറഞ്ഞു പോയില്ലേ? ഞാൻ ജസ്റ്റ് ഇത് മാത്രല്ലേ കാണാവുള്ളൂ. അതിനർത്ഥം എന്നെ ഇനി വണ്ടി ഇടിക്കില്ല. കാർ എന്റെ അടുക്ക് എത്തി. നിർത്താൻ കാത്തിരുന്നു വണ്ടി വരാൻ. ഫസ്റ്റ് ഇടുവോ? പോട്ടെ. അതൊരു സാധനം എയിം ചെയ്യരുത്. നമ്മളെ ആദ്യത്തെ അതിന് മേലെ ഒരാളെ വിളിച്ച് അല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ടിന് വേണ്ടി നീ നിൽക്കരുത് കേട്ടാ. നിനക്ക് അത്രയും വലിയ നെഗറ്റീവോ ഒരു പ്രശ്നങ്ങളോ ഇല്ല. അത് നിനക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് ഞാൻ പുറകെ കയറിയിരുന്നത്. ഓക്കെ, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാവും അങ്ങനെ. കാരണം എന്തെങ്കിലും പറ്റിപ്പോയ അമ്മയാണെങ്കിലും ശരി, വീട്ടുകാരാണെങ്കിലും എന്നോടേ ചോദ്യം ചോദിക്കുള്ളൂ. കാരണം പൈസ തന്നിട്ട് വിളിച്ചു വരുത്തിയതാ ഞങ്ങളെ. എന്തിനാ ആ റിസ്ക് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവില്ല. എനിക്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയുടെ പുറകെ കയറിയിരുന്നത്. നമുക്ക് റൈറ്റ് തന്നെ പോവാം. മോള് നോക്ക്, റൈറ്റ് ഇൻഡിക്കേറ്റർ നേരത്തെ ഇട്ട് വെച്ചേക്ക്. ഈ റോഡും ആ റോഡും കൂടെ മെർജാകുന്ന ഒരു പോയിന്റ് കണ്ട, അത് കാണുന്നത് വരെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടി അവിടെ ചെല്ലൂല. അത് മറയുമ്പോൾ മാത്രം റിസ്ക് ഉള്ളൂ. വലതുവശത്ത് വണ്ടി ഉണ്ടോ എന്ന് ഇപ്പൊ തന്നെ നോക്കി വെച്ചേക്ക്. എന്നിട്ട് ആ മെർജിങ് പോയിന്റ് വരെ നമ്മുടെ കാർ എത്തിക്ക്. കണ്ട, മെർജിങ് പോയിന്റ് വെച്ച് നമ്മുടെ വണ്ടിക്ക് ഒരു ചരിവ് കൊടുത്തേക്കണം. എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടൊരു ചരിവ് കൊടുത്തേക്കണം. ഇതൊന്നും ആയിട്ടില്ല, ഒരു ബെൻഡ് കൊടുക്കും. ഇതൊന്നും ആയിട്ടില്ല, സ്റ്റിയറിംഗിൽ ഒരു ബെൻഡ്. മതി. ഇനി ഞാനൊക്കെ പുറത്തേക്ക് വലതുവശം നോക്കി പുറത്തേക്ക് കൊണ്ടുപോകാം. ഫ്രണ്ടിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം, വലതുവശത്തും ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഇറക്കി വലതുവശം പക്ക കാണുന്ന രീതിയിൽ ഇറക്കി പോയി. കണ്ട, ഇനി ഫ്രണ്ടും ലെഫ്റ്റും നോക്കി പുറത്തു പോകും. ഫ്രണ്ടിൽ ആവശ്യമുള്ള തിരിക്കാവുള്ളൂ, ചുമ്മായിട്ട് തിരിക്കരുത്. തിരിഞ്ഞു വന്നോളും. ഇടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിച്ച് തിരിച്ചാൽ മതി. കണ്ട, എവിടെ കിട്ടുന്നു അവിടെ നേരെ ആക്കിക്കോണം. എന്നിട്ട് ഓടിക്കോണം. ഓട്ടത്തിൽ മാത്രം കാറിനെ സൈഡാക്കിക്കോണം. ഓക്കെ, താമസിച്ചാണ് ഗിയർ ഇട്ടെന്ന് തോന്നിയാ ക്ലച്ച് മാക്സിമം വിടരുത്. ഹാഫ് ആക്കുക. ആക്സിലറേറ്ററോട് കൂടിയേ വിടാവുള്ളൂ. എന്ത്? സീറ്റ് ബെൽറ്റ്